പേര് ഷെഫീഖ് എന്നാണ്. സ്ഥലം പാലാഴി എന്ന് പറയുന്ന കോഴിക്കോട് നിയർ ഹൈലൈറ്റ് മാളിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഏകദേശം 6 വർഷത്തോളമായി ഈ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ട്. 2019 ലാസ്റ്റ് ജോയിൻ ചെയ്തു, 2020 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. 6 വർഷമായി ബിസിനസ് ഏകദേശം ചെയ്യാൻ തുടങ്ങിയിട്ട് 5.5 വർഷത്തോളമായിട്ട് ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണ ഒരു ഡ്രൈവർ മേഖലയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ലോറി ഡ്രൈവർ ആയിരുന്നു. അതിന്റെ മുന്നേ കുറച്ച് ഗൾഫിലും സൗദിയിലും അതുപോലെ തന്നെ ഖത്തറിലും അങ്ങനെ പല ഏരിയയിലായിട്ട് ഡ്രൈവർ ഡ്യൂട്ടി തന്നെ ചെയ്തിട്ടുണ്ട്. നാട്ടില് ഇഷ്ടംപോലെ ജോലി, അതായത് പെയിന്റിങ് പണിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ബസ്സിലെ ഡ്രൈവർ പണിയും, ഈ രണ്ട് സംഗതി അല്ലാത്ത ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ ജോലിയിലും ഞാൻ നാട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ഈ കൂട്ടമായിട്ട് പ്രവർത്തിച്ചാലേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്നുള്ളതിൽ ഞാൻ ഇതിന്റെ മുന്നേ മനസ്സിലാക്കിയാണ്. കല്യാണത്തിന്റെ മുന്നേ, എന്റെ കല്യാണം കഴിഞ്ഞത് 2010 ഞാൻ ഏകദേശം ഒരു 2004 കോഴിക്കോട് ടൗണിൽ, അതായത് കോഴിക്കോട് സിറ്റിയിൽ ഞാൻ ഓട്ടോ ഓടിച്ച ഡ്രൈവറാണ്. ഒരു 6-7 മാസത്തോളം ഞാൻ ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓട്ടോ ഓടിക്കുമ്പോൾ എനിക്ക് ഡ്രൈവിംഗ് മേഖലയോട് ഭയങ്കര താല്പര്യമാണ്. ഏത് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ഈ നൈറ്റിലൊക്കെ ഈ മലബാർ എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അതൊരു 1 മണി 1:30 ആകുമ്പോൾ കോഴിക്കോട് എത്തും. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെയൊക്കെ ആയിട്ട് പോയി നിൽക്കുമ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ, നമ്മൾ കമ്പനിയാണ്, കുറച്ച് മുന്നേ പരിചയമുണ്ട്. അങ്ങനെ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര കൊല്ലമായി ഈ ഓട്ടോ ഓടിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഗൾഫിലായിരുന്നു ഒരുപാട് വർഷം. ഗൾഫ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 17-18 വർഷത്തോളമായിട്ട് ഞാൻ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2-3 വ്യക്തികളോട് ചോദിച്ചപ്പോൾ 18, 19, 15 വർഷമായിട്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതാനുഭവങ്ങൾ അന്ന് ചോദിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞത്, എന്താണ് മോനെ, 2 ദിവസം ലീവായിരിക്കുകയാണെങ്കിൽ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. കാരണം അതിൽ എനിക്ക് മനസ്സിലാക്കിയത് 18, 19, 20 വർഷം ഓട്ടോ ഓടിച്ചിട്ടും 2 ദിവസം 3 ദിവസം ലീവാണെങ്കിൽ വീട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ്. 18 വർഷമായിട്ടും ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് വണ്ടി ഞാൻ മുതലാളിക്ക് കൊടുത്തു. എൻ്റെ വണ്ടിയല്ല, വേറൊരാളെ വണ്ടിയായിരുന്നു. മുതലാളിക്ക് കൊടുത്തിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നാളെ മുതൽ ഞാൻ ഓട്ടോറിക്ഷയിൽ പോയില്ലായിരുന്നു. അപ്പൊ നമുക്ക് ആകെ വിഷമമായി. കാരണം നമുക്ക് ഡെയിലി അന്ന് ഞാൻ 100 രൂപ കൊടുക്കും. അന്ന് പോയി വന്നിട്ടാണെങ്കിൽ 100 രൂപ നമുക്ക് ഡെയിലി കൊടുക്കണം. നമുക്ക് ആ 100 മുടങ്ങുകയാണല്ലോ. ഉമ്മ അറിയിച്ച് ഇങ്ങനെ പോയില്ലെങ്കിൽ ചെലവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ പറയുമ്പോ 18, 19, 20 വർഷമൊക്കെ ആയിട്ട് ഓട്ടോ ഓടിച്ച ആളുകൾ ഇന്നും ഓട്ടോ ഓടിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് മുതൽ ഓട്ടോ ഓടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ 18 വർഷമായാലും 19 വർഷമായാലും ഞാൻ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതിനല്ല ഞാൻ എന്റെ മനസ്സിലുള്ളത് എന്ന് അന്നേ ഞാൻ പറഞ്ഞ ആളാണ്. അതായത് ഞാൻ അന്നേ മനസ്സിലാക്കി, ഒറ്റയ്ക്ക് പ്രവർത്തിക്കുകയാണ് നമ്മൾ ഒരിക്കലും എവിടെ എത്താൻ പോകില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് തെരഞ്ഞെടുക്കാൻ കാരണം. ഈ ബിസിനസ്സും ഞാൻ അതിലേക്ക് വന്ന അനുഭവങ്ങളൊക്കെ ആളുകൾക്ക് അറിയുന്നതാണ്. ഞാൻ ഈ ബിസിനസ്സും പാഞ്ഞെടുത്തതോ ഇതിലുള്ള ഇരിക്കുന്ന പല ആളുകളും, ഇപ്പൊ എനിക്ക് മാത്രമൊന്നുമല്ല, പല ആളുകളും ഈ ബിസിനസ്സിലേക്ക് ആദ്യം വന്നത് വളരെ നെഗറ്റീവായിട്ടായിരിക്കും. കാരണം ഇപ്പം ചിലപ്പം കരീം സാർ ആയിരിക്കോട്ടെ, അബൂബക്കർ സാർ ആയിരിക്കോട്ടെ, അലി സാർ ആയിരിക്കോട്ടെ, ഒറ്റയടിക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് ഓടി, നല്ല പ്രൊഡക്റ്റാണ്, എവിടെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇതുപോലെ ഒരു സംഗതി കാത്തിരിക്കുകയായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടായിരിക്കും ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. വളരെയധികം എന്താ പറയുക, എതിർപ്പിന്റെ മനോഭാവത്തോട് കൂടിയിട്ടും നമ്മൾ ആ രീതിയിലൊക്കെയാണ് ഇതിനെ കണ്ടിട്ടുണ്ടാകുക. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കണ്ടത്. പക്ഷെ ഈ ബിസിനസ്സിൽ വന്ന് വളരെ എന്താ പറയാ, ഓരോ ഘട്ടം കഴിയുന്തോറുമാണ് നമ്മൾ ഇതിലേക്ക് അടുത്തോണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ വിജയിക്കും എന്ന് ചോദിച്ചാല് ഞാൻ ഉറപ്പിച്ചു പറയും, അള്ളാഹ് എന്ന് പറയുന്ന ആള് നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ വിജയിച്ചിരിക്കും. കാരണം എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ വളരെ എന്താ പറയാ, മറ്റൊരു മേഖലയിൽ, അതായത് നമ്മുടെ ഡ്രൈവിംഗ് മേഖലയിലും വണ്ടി ഫീൽഡിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയധികം കമ്മിറ്റഡ് ആയിട്ട്, കാരണം എനിക്ക് അത്രയും താല്പര്യമുള്ള ഒരു മേഖല ഞാൻ തെരഞ്ഞെടുത്തതാണ്. പിന്നീട് വണ്ടിയും ഡ്രൈവറും JCB-യും ടിപ്പറും അങ്ങനെ പല മേഖലയിലും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ലക്ഷക്കണക്കിന് രൂപ എനിക്ക് കടബാധ്യതകൾ 28, 29 വയസ്സിലൊക്കെ 10-55 ലക്ഷം കടബാധ്യത. ആ കടബാധ്യത ഉണ്ടെങ്കിലും ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആ ഒരു മേഖലയിൽ അങ്ങനെയാണ്, നമ്മൾ ഒറ്റയടിക്ക് നിർത്തിക്കുകയാണെങ്കിൽ കിട്ടാനുള്ളത് കിട്ടൂല. എപ്പോഴും ഇങ്ങനെ കൊടുക്കാനുണ്ടായിക്കൊണ്ടിരിക്കും, കിട്ടാനും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ലെവലിൽ നമ്മൾ നിർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ക്രഷറും കോറിയും പെട്രോൾ പമ്പും വണ്ടിന്റെ അടവുകളും ഒക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് പറഞ്ഞ ഒരു ജീവിതത്തിലാണ് ഇയാളുടെ. സത്യത്തിൽ എന്റെ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു ബിസിനസ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് മനസമാധാനം എന്ന് പറയുന്ന സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് രണ്ടാമത്തത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ മേഖലയിൽ എനിക്ക് നന്നായിട്ട് കളവ് പറയണം. ഈ കളവ് പറയാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മള്
ലോഡ് എടുത്തിട്ട് വരുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചാൽ ഇതാ ഇപ്പൊ എത്തി, അവിടെ എത്തി, ഇവിടെ എത്തി, ഇപ്പൊ ഇറങ്ങും, ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കണം. 100 ഫൂട്ട് മെറ്റൽ കയറ്റിക്കുകയാണെങ്കിൽ 110 ഫൂട്ട് ഉണ്ട് എന്ന് പറയണം. ഇതൊക്കെ കളവാണ്. അതിലൊന്നും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവിടെ നമുക്ക് പരാജയപ്പെടാനുള്ള കാരണം ഉണ്ടായത്. കാരണം ഓരോ ആളുകളും കാത്തിരിക്കല്ലേ. അപ്പൊ കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ എത്ര ഫൂട്ട് മെറ്റൽ ഉണ്ടാവും, ഇത്ര ഫൂട്ട് എംസാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കളവുകളൊക്കെ പറയണം. കാരണം കറക്റ്റ് ഫൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ അവർക്ക് അത് പറ്റൂല. അതിന്റെ വില ഇപ്പൊ 100 ഫൂട്ടിന് എനിക്ക് 40 ഉറുപ്പിക ഇടണമെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പറ്റില്ല. അപ്പൊ 120 ഫൂട്ടുണ്ട് 40 എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. 20 ഫൂട്ട് അധികം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആളുകൾക്ക് സന്തോഷമാണ്. അത് കോൺക്രീറ്റിൽ കുറയുക, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പൊ ആ മേഖലയിൽ ഞാൻ ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വലിയൊരു എന്താ പറയാ ഗുണമില്ലാത്തൊരു സംഗതിയായിരുന്നു. ഗുണമില്ലാത്ത മീൻസ് വെച്ചാൽ ഇവിടെ വലിയ വരുമാനങ്ങളില്ല, ഈ ബിസിനസ് ഒരുപാട് ആളുകളോട് പറഞ്ഞു നടക്കണം, കുറെ ആളുകൾ നെഗറ്റീവ് അടിക്കുകയാണ്, കുറെ ആളുകൾ കളിയാക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. എത്രയോ എത്രയോ വീട്ടിലൊക്കെ നമുക്കൊരു സ്ഥാനം തന്നെ മാറിപ്പോയി. നമ്മളെ വീട്ടിലുള്ള എന്താ പറയാ വീട്ടുകാരുടെയും ബന്ധുക്കാരുടെയും സുഹൃത്തുക്കളുടെ ഒക്കെ മനസ്സിലൊക്കെ നമ്മളെന്തോ ആളുകളെ പറ്റിച്ച് നടക്കുന്ന ഒരാള്, എന്തോ മരുന്ന് വെക്കുന്ന ആള്, നമ്മളോടൊരു സാധനം വാങ്ങുന്നില്ല, പ്രൊഡക്റ്റ് വാങ്ങണില്ല, ഇങ്ങനെ കളിയാക്കുക, നമ്മൾ ആളുകൾ കൂടുന്നിടത്ത് കളിയാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമ്മളിത് മെല്ലെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് 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 ഇന്ന് വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മള് ഇന്നൊരു എന്താ പറയാ സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്ക് ആവാൻ ആഗ്രഹിച്ച നടന്നിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. സ്റ്റാർ എന്ന് പറയുന്ന 50,000 BV മാച്ച് ആയാൽ എന്നെയും ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുമല്ലോ എന്ന് ആഗ്രഹിച്ച നമ്മള് ഇന്ന് ഏകദേശം ഒരു 6.5 ലക്ഷം 7 ലക്ഷം BV കയറുകയാണെങ്കിൽ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്താനായി. അപ്പോ ഈ NTC എന്ന് പറയുന്നത് കമ്പനി അഡ്വൈസറി ബോർഡ് മെമ്പർ ആണല്ലോ, ആ റാങ്കിലേക്ക് എത്താനേ NTC ആയതിലുള്ള സന്തോഷമില്ല. പക്ഷെ ഇത്രയും കോടി BV, ഏകദേശം 2 കോടി BV എന്ന് പറഞ്ഞാണെങ്കിൽ ഈ 2 കോടിക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആളും അതിന്റെ മേലുള്ള ആളുകൾക്കും അതൊരു പ്രശ്നമല്ല. പക്ഷെ സ്റ്റാറും റൂബിയും TC ATC ഒക്കെ 2 കോടി ആവുക എന്ന് പറഞ്ഞാണെങ്കിൽ അതൊരു ഒരു ആഹ്ലാദം തന്നെയാണ്. നമുക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോ ആ ഒരു ലെവലിലേക്ക് ഈ റബ്ബ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഏകദേശം ഒരു 7 കോടിയോ ഏറെ കോടിന്റെയോ സെയിൽസ് ഇപ്പൊ നടന്നിട്ടുണ്ടാവും ടീമിൽ. ഇത്രയും കോടിയുടെ കച്ചവടം പാലായു സ്കൂളിൽ പഠിച്ച ഞാൻ കൊണ്ടുവരുന്ന ഒരു ബിസിനസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷം. അപ്പോ ആ ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ ഉള്ള ആളുകൾ, ഇന്ന് നോ പറയുന്ന ആളുകള്, ഇന്ന് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആളുകള്, നമ്മൾ വിളിച്ചാൽ മീറ്റിങ്ങിന് വരാത്ത ആളുകള്, ഇവരൊക്കെ ഏറ്റെടുക്കുന്ന ഒരു സമയം വരും. വെയിറ്റ് ചെയ്യണം നമ്മള്. അപ്പൊ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ ഞാൻ രക്ഷപ്പെടുന്ന ചിന്തിക്കാൻ ഏറ്റവും വലിയ കാരണം ഞാൻ എന്നെ തന്നെ നോക്കുന്നത്, ഞാൻ വേറെ ആരെയും നോക്കുന്നില്ല. ഇത്രയും കാലം ഞാൻ ഒരു 6 മാസം വരെ ഞാൻ എന്റെ ലീഡേഴ്സിന്റെ ഫോൺ എടുത്തിട്ടില്ല, വിളിച്ചാൽ തിരിച്ച് വിളിക്കാറില്ല, മീറ്റിങ്ങിന് ഞാൻ പോകാറില്ല. 6 മാസത്തിന് അവിടുന്ന് ഇങ്ങോട്ടാണ് ഞാൻ ഫുൾ ടൈമർ ആയിട്ട് ഇറങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങിയത്. ഇന്ന് വന്നിട്ട് ഒരാള് ഞാൻ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ അവൻ പോയാ പോട്ടെ എന്ന് ചിന്തിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ടീമിനോട് ഒറ്റ കാര്യം ഞാൻ പറയാറുള്ളൂ, നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ റിസൾട്ടോ ബോട്ടിലിന്റെ കളറോ ബോട്ടിലിന്റെ നിറമോ ഭംഗിയോ ഒന്നുമല്ല ഒരാളവിടെ വിജയിപ്പിക്കുന്നത്. ഇപ്പൊ കരീം സാറ് കൊടുത്ത ഒരു 5 ആളുകൾക്ക് 95 കൊടുത്ത് അവർക്ക് 3-ാം സ്റ്റാൻഡേർഡോ അല്ലെ 4th സ്റ്റേജോ 3-ാമത്തെ സ്റ്റേജിലുള്ള ക്യാൻസറോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് കൊടുത്തത്. നിങ്ങൾ അത് കൊടുത്തിട്ട് വരുന്ന 3-4 മാസം കൊണ്ട് ഈ 4 ആൾക്കും അവരുടെ രോഗം ശിഫയായി മാറി. അതുപോലെ സുബൈദ മാഡം കൊടുത്ത ലിവഗയും കൊടുത്തിട്ട് കരളിലും ലിവറിനും ഒക്കെ പ്രശ്നമുള്ള ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് മാറി. ഫാത്തിമ മാഡം കൊടുത്തിട്ടുള്ള കവചപ്രാശം കൊടുത്തിട്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് മാറ്റങ്ങൾ വന്ന്. ഇതുകൊണ്ട് നമ്മൾ വിജയിക്കുമോ? ഒരു 10 ആളുകൾക്ക് 95 കൊടുത്ത് 10 ആളുകൾക്ക് നല്ല മാറ്റം വന്ന് പ്രൊഡക്റ്റ് നല്ലതാണ് എല്ലാവരും റിസൾട്ട് പറഞ്ഞ്, ഇതുകൊണ്ടാണ് നമ്മൾ വിജയിക്കുന്നത്. നിങ്ങൾ കൊടുത്ത പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടോ പ്രൊഡക്റ്റിന്റെ ഇതുകൊണ്ടോ എന്നല്ല നിങ്ങൾ വളരെ വിജയിക്കുന്നതും പിടിച്ചിരിക്കുന്നതും. മെന്റലി മനസ്സാണ്, നമ്മുടെ മനസ്സിന്റെ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. മൈൻഡാണ് എല്ലാം. അല്ലാതെ നമ്മളെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടൊന്നല്ല ഇവിടെ ഒരാൾ സക്സസ് ആവുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഈ 6 കൊല്ലത്തിന്റെ ഇടയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾക്ക് പ്രൊഡക്റ്റ് എത്തിയില്ല. പല ആളുകളായിട്ട് 1000കണക്കിന് ആളുകൾക്ക് ഞാൻ മുഖാന്തരം എന്റെ ടീം മുഖാന്തരം പ്രൊഡക്റ്റ് എടുത്ത് റിസൾട്ട് കിട്ടി വാങ്ങുന്ന ഇഷ്ടം പോലെ ആളുകൾ ഇന്നും എന്റെ ടീമിലും ഗ്രൂപ്പിലും അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തും ഒക്കെ അല്ലേ. എന്നിട്ട് ഞാൻ വലിയ ലെവലിലേക്ക് മാറിയോ? നിങ്ങൾ മാറിയോ? മാറാത്ത എന്താ? നമ്മുടെ മനസ്സാണല്ല, മൈൻഡാണെല്ലാം. അല്ലാതെ ഞാൻ 1000കണക്കിന് ആളുകൾക്ക് ട്രെയിനിങ് എടുക്കുന്ന ആളുകൾ ആവണമെന്നില്ല. എനിക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഘോരാന്തരം പ്രസംഗിക്കണം എന്ന് അറിയണമെന്നില്ല.
എനിക്ക് FSS എടുക്കണം എന്ന് അറിയുന്നില്ല, എനിക്ക് RTP എടുക്കണം എന്ന് അറിയുന്നില്ല, ഞാൻ ഒരുപാട് ആളുകളെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുന്ന ആളാവണമെന്നില്ല. എനിക്ക് വിജയിക്കണം എന്നുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ എന്ത് വന്നാലും ഞാൻ ഇതിൽ പിടിച്ചു നിന്ന് പ്രവർത്തിക്കും എന്നുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ ആ മൈൻഡാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഓരോ ആളുകളും അത് മനസ്സിലാക്കുക. ഓരോ ക്വാളിറ്റിയാണ് ഓരോ ആളുകൾക്കും. നമ്മളൊക്കെ നമ്മൾ ഞാൻ പലപ്പോഴും ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, എന്റെ വിജയം എന്താ എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ വീടോ ഞാൻ വാങ്ങിയ കാറോ ഇതൊന്നുമല്ല എന്റെ വിജയം. നമ്മുടെ വിജയം എന്താണെന്ന് വെച്ചാല് ഞാൻ മുഖാന്തരം ഒരാൾ പോലും കരയാതിരിക്കുക, ഒരു കുടുംബത്തിൽ പോലും കണ്ണീര് വരാതിരിക്കുക, ഞാൻ മുഖാന്തരം ഒരുപാട് ആൾ സന്തോഷിക്കുക. ഈ 2 നിമിഷങ്ങൾ ഉണ്ടായിരിക്കുകയാണെങ്കിലാണ് ഒരാളുടെ യഥാർത്ഥ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പിന്നെ കാറോ അസറ്റോ മൈലേജ് ചെയ്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിജയമാവോ? ഇല്ല. ആളുകളുടെ മുന്നിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, ആളുകളുടെ ഉള്ളിലാണ് ജീവിക്കേണ്ടത്, അല്ലെ? ആളുകളുടെ മനസ്സിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആളുകൾ ഉള്ളിൽ മുന്നിൽ വന്നിട്ട് ജീവിച്ച് പോയിട്ട് നമ്മൾ അങ്ങ് പോയിക്കുകയാണെങ്കിൽ അവർക്ക് എന്തും പറയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് മാറും. എന്നാൽ ആളുകളുടെ മനസ്സിൽ ജീവിച്ചാൽ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാലും നമ്മൾ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. വലിയ വലിയ വരുമാനങ്ങൾ എല്ലാ ആഴ്ചയും കിട്ടട്ടെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയല്ല. എന്റെ കൂടെയുള്ള ആളുകൾക്കൊന്നും വരുമാനം ഉണ്ടാവാതെ ഇരിക്കുന്ന ഒരു സമയം വരരുത്. അവർക്കൊക്കെ എല്ലാ ആഴ്ചയും വരുമാനം വരണം, അവർ പിടിച്ചു നിൽക്കണം, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറണം, പ്രയാസങ്ങൾ മാറണം എന്നുള്ള ലെവലിലേക്കാവണം നമ്മൾ ഓരോ ആളുകളും ചെയ്യേണ്ടത്. ഓരോ ആളുകൾക്ക് ഓരോ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി തിരിച്ചറിഞ്ഞിട്ട് ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഈ പുതിയതായിട്ട് വന്ന ആളുകളോട് ഞാൻ പറയാണ്, നിങ്ങൾക്കൊക്കെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. ഈ ബിസിനസ്സിൽ ചിലപ്പം വന്നിട്ട് ഒരുപാട് ആളുകളെ സമീപിച്ചിട്ട് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. സാധനം കൊടുത്തിട്ട് സാധനത്തിന് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ ഉണ്ടാകും. പ്രൊഡക്റ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും മാറ്റം വരും എന്ന് പറയുമ്പോൾ എന്നാ ഈ നാട്ടില് ഡോക്ടർ വേണ്ടല്ലോ, നീ പോരെ എന്ന് പറഞ്ഞ ആളുകളുണ്ടാവും. വൈദ്യരെന്നും അല്ലെങ്കിൽ പലതും വിളിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഈ ഉൽപ്പന്നമായിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നിങ്ങളോടൊക്കെ സംസാരിച്ചു. നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇന്നലകളില് ഈ ഇരിക്കുന്ന അലിസാറും കരീം സാറും ഷാനാ മാഡും ഞാനും ഒക്കെ ഇതിനേക്കാൾ വലിയ തീയിൽ കൂടിയാണ് നമ്മൾ നടന്നു വന്നിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലൂടെ നടന്നു വന്നിട്ടുണ്ട്. ഇതേ ജനങ്ങളുടെ മുന്നിൽ കൂടെയാണ് നമ്മളൊക്കെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടും ആളുകളിലേക്ക് എത്തിച്ചിട്ടും നമ്മളും വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ മാത്രം കളിയാക്കുന്നത് എനിക്കെന്താ ഇങ്ങനെ, എനിക്കൊരു ഭാഗ്യമില്ല. പല ആളുകൾ അങ്ങനെ, ഞാൻ എന്ത് തുടങ്ങിയാലും ഭാഗ്യമില്ല, എനിക്ക് അങ്ങനെ ഒന്നും പറ്റൂല. ഭാഗ്യമല്ല അത് ഈ ആളുകൾ കളിയാക്കി. ആളുകൾക്ക് ഏറ്റവും എളുപ്പം പറയാനുള്ളത് നെഗറ്റീവാണ്, ഗോസിപ്പുകളാണ്, അല്ലെ? നെഗറ്റീവ് പറയാനാണ് ആളുകൾക്ക് ഇഷ്ടം. പോസിറ്റീവ് പറഞ്ഞതിനെ കൊണ്ട് അവർക്ക് സന്തോഷമില്ല. നെഗറ്റീവ് പറയുമ്പോൾ അവനവന്റെ മനസ്സിന് അവർക്കൊരു സമാധാനം. ആളുകൾ ഇത് 4 വാക്ക് നമ്മൾ പറയുന്നത് കേട്ടിട്ട് നമ്മളെ കുറിച്ചിട്ട് മറ്റുള്ളവരോട് പറയുന്നത് കേട്ടിട്ട് അവര് ചിരിക്കുമ്പോ നമുക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള ഒരു ത്വര വരികയാണ്. നെഗറ്റീവിന്റെ ഒരു പ്രശ്നം അതാണ്. പോസിറ്റീവ് എല്ലാ ആളുകൾ പറയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സ് എന്താണോ പറയുന്നത്, ഇതിൽ പ്രവർത്തിച്ച് പരിചയമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് നിങ്ങളോട് എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു സമയം വരും. ഞാനൊക്കെ പിടിച്ചു നിൽക്കാൻ കാരണം ഒരു പക്ഷെ എന്റെ അപ്ലൈ ലീഡേഴ്സ് എന്നെ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഫോണൊന്നും എടുക്കാതായിട്ടും അവരുടെ നമ്പറുകൾ ബ്ലോക്ക് ആക്കിയിട്ട് പോലും അവർ പല നമ്പറിൽ നിന്നും വിളിച്ചിട്ടും എന്നെ വന്ന് കണ്ടിട്ടും ഒരു മടിയും കൂടാതെ എന്റെ ഞാൻ നമ്പർ ബ്ലോക്ക് ആക്കിയ ലീഡർ ഒരു മടിയും കൂടാതെ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ആ സമയത്ത്. വിക് സാറേ എന്തെല്ലാം വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്, റേഞ്ച് ഇല്ലാത്തടത്താണോ എന്ന് ചോദിച്ചു എന്നോട്. 2 കൂട്ടർ ഒരേപോലെ. ഞാൻ ബ്ലോക്ക് ആക്കിയാന്ന് ഒരുക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ ഞാൻ നോക്കട്ടെ ഫോണൊന്ന് മാറ്റിനി പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് പിന്നെ വീട്ടിൽ വന്ന് പിന്നെ എങ്ങനെ മോശമല്ലേ. അപ്പൊ ഞാൻ ഓരോ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ മെല്ലെ ഫോൺ അൺബ്ലോക്ക് ചെയ്ത് ഒന്ന് വിളിച്ചു നോക്കി. സാറാരെ വിളിച്ചപ്പോൾ റിങ് ചെയ്ത്. പക്ഷെ അത്ര പോലും മര്യാദയോട് കൂടിയിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഫോളോ ചെയ്ത്. ഇന്ന് നമ്മളാണെങ്കിലോ സുബൈദ മേഡം എന്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ആക്കി, ഞാൻ വിളിച്ച് ഫോൺ കിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് ഞാൻ വിചാരിക്കാ ഇനി എന്തിനു പോവാ, വെറുതെ എന്റെ നമ്പർ ബ്ലോക്ക് ആക്കിയില്ലേ. ഷാനാമേടെ എന്റെ നമ്പർ ബ്ലോക്ക് ആക്കി, ഞാൻ വിളിച്ചിട്ട് കിട്ടണേല്ലേ, എനിക്ക് മനസ്സിലായി ബ്ലോക്ക് ആണ് എന്നുള്ളത്. ഞാൻ വേറൊരാളെ ഫോണിന് ചിലപ്പം എന്തെങ്കിലും കാര്യത്തിന് വിളിപ്പിച്ചപ്പോൾ റിങ് ചെയ്ത് ഫോൺ എടുത്ത് സംസാരിച്ച് എന്റെ നമ്പർ ബ്ലോക്ക് ആക്കി എനിക്ക് ഉറപ്പ്. അപ്പൊ അത്രയും എതിർപ്പാണ് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാതെ നമ്മൾ അതിൽ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പോകൂല. പക്ഷെ അന്നത്തെ ലീഡേഴ്സ് എന്റെ വീട്ടിൽ വന്ന് വീണ്ടും അങ്ങനെ വന്ന് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. എന്നാൽ നിങ്ങൾ ഇന്ന് കാണുന്ന പല ആളുകളുടെ മൈൻഡും അങ്ങനെയാണ്. പൈസ ആവശ്യമില്ലായിട്ടല്ല അവരാരും നമ്മുടെ ഫോൺ എടുക്കാത്തതും അവരാരും മീറ്റിങ്ങിന് വരാത്തതും. അവർക്കുള്ള ആ സമയത്തിലേക്കുള്ള പാത നമുക്ക് ശരിയായ രീതിയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ഉള്ളിലുള്ള ആ കളകളെ പറിച്ചെറിയാൻ നമുക്ക് മെല്ലെ സാധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആളുകളുടെ മുന്നിലല്ല ജീവിക്കുന്നത്, ആളുകളുടെ ഉള്ളിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. ആളുകളുടെ മനസ്സിൽ ജീവിച്ചാൽ
നമുക്ക് തീർച്ചയായിട്ടും അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റും. അത് ഉറപ്പാണ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി വന്നതല്ല നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കൊണ്ടായിരിക്കും ചിലപ്പം ഉമ്മുകുൽസുമയുടെ വന്നത്. റസാഖ് സാർ ചിലപ്പം വന്നത് നിർബന്ധിച്ച് ഇത് എന്ന് പറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും വന്നത്. മുസ്തഫ സാർ വന്നത് അങ്ങനെ ആയിരിക്കും. ഓരോ ആളുകളും പല രീതിയിലായിരിക്കും വന്നത്. പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഏതോ ഒരാൾ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അഷറഫ് സാർ വന്നത്. മരക്കാർ സാർ വന്നത് കുറെ ആയില്ല എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തായാലും ഒന്ന് പോയി നോക്കുക എന്ന് വിചാരിച്ച് വന്നായിരിക്കും. അങ്ങനെ പല കാരണങ്ങളായിരിക്കും ഓരോ ആളുകൾ ഇതിലേക്ക് വരാണ്ടായത്. വന്ന് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരേ ഒരു കാരണം, അൾട്ടിമേറ്റ് നമ്മളെ കൂടെയുള്ള ആളുകളും നമ്മളും വിജയിക്കുക എന്നുള്ളത് നമുക്ക് ശേഷം വരുന്ന തലമുറയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കരുതലായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോ എന്റെ വാപ്പയോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ആ ഹൈലൈറ്റ് മാളിന്റെ അടുത്തുള്ള സ്ഥലം അന്ന് എടുത്തുകൂടായിരുന്നോ എന്ന് ഞാനും എന്റെ കാക്കിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം 1200 രൂപ സെന്റിന് കൊടുക്കാനില്ലാത്തത് കാരണം 900 രൂപ സെന്റിനുള്ള സ്ഥലമാണ് വാപ്പ എടുത്തത്. 300 രൂപ അന്ന് ഒപ്പിക്കാല്ല ഇനി എന്നാ പറഞ്ഞത്, ഒരു സെന്റിന് കൊണ്ട്. വർഷങ്ങൾക്ക് മുന്നുള്ള കേസാണ്, 10-40 വർഷത്തിനൊക്കെ മേലായിട്ടുണ്ടാവും. ആ സമയത്ത് 1200 രൂപ കൊടുത്തിട്ട് എടുക്കാനില്ലാത്തതിനെ കൊണ്ടാണ് 900 രൂപക്ക് പാലായിൽ തന്നെ 1 കിലോമീറ്റർ ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് നമ്മൾ സ്ഥലം എടുത്തത്. ഇന്ന് ഈ 900 രൂപക്ക് സ്ഥലം എടുത്ത സ്ഥലത്ത് സെന്റിൽ നിന്ന് 5 ലക്ഷം 6 ലക്ഷം രൂപ വിലയാണ്. 1200 രൂപ കൊടുത്ത് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് സെന്റിന്റെ വില 35 ലക്ഷം 40 ലക്ഷം. അന്നൊരു 10 സെന്റ് അവിടെ എടുക്കുകയാണെങ്കിൽ അല്ലേ, ഒരു സംശയം ഞാൻ അതും വിറ്റ് തുറക്കിയേനി. ഈ ലെവലിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയത്. ഏതായാലും നമ്മൾ പറയാറുണ്ട്, ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോ ഇന്ന് നമ്മള് പോയി കുറെ കഴിഞ്ഞിട്ട് ഒരു അലിസാർ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് എല്ലാരെയും വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബിസിനസ് ചെയ്യാതെ പോയി ഒരുപാട് ആളുകൾ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിയപ്പോ അന്ന് ഇങ്ങനെ ചിന്തിക്കും, ഫാത്തിമാമയോടൊക്കെ അന്ന് മൈലേജ് ചെയ്തിരുന്നെങ്കിൽ, സുബൈദ മേഡം ഞാൻ ഇന്ന എത്ര ഫോളോ അപ്പ് ചെയ്ത, ഇനി എന്റെ സമയം കഴിഞ്ഞ് ഞാൻ ഇനി ചെയ്യണില്ല, ഇങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വരും. എനിക്ക് വന്നിട്ടുണ്ട്. ആ 6 മാസം അവരുടെ നമ്പർ ഒന്നും ബ്ലോക്ക് ആക്കാതെ മൈലേജ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് NTC ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പോവുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ആളുകളും അത് ചിന്തിക്കും. അപ്പൊ അത് ചിന്തിക്കാതെ ഇന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾ വന്നിട്ട് ചെയ്തിട്ട് വേണ്ട അലിക്കാക്കും ഷാനാമേഡത്തിനും കരീം സാറിനും ഷെഫീഖിനും ഒക്കെ വരുമാനം കിട്ടാൻ. നമുക്കുള്ള ആളുകൾ എന്തായാലും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ 1 കൊല്ലം മുന്നേ 2 കൊല്ലം മുന്നേ സംസാരിച്ച അലിക്കായും ഷെഫീഖും ഞാൻ ഈ പറയുന്ന ഞാനും ഒക്കെ സംസാരിച്ച എത്രയോ വ്യക്തികൾ ഈ ബിസിനസ് ചെയ്യാതെ പോയിട്ടുണ്ട്. വന്നിട്ട് നിർത്തിയ ആളുകളുണ്ട്. എന്നിട്ട് ഞങ്ങൾ നിർത്തിയോ? ഞങ്ങളിത് ചെയ്യുന്നില്ലേ? ഞങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാ? നമ്മളിൽ വിശ്വാസമുണ്ട്. നമ്മളെ ചിറകുകളിലാണ് നമുക്ക് വിശ്വാസം. കൂടെ പറക്കാൻ വരുന്ന ആയിരങ്ങളുടെ ചിറകിലേക്കാൾ വിശ്വാസം സ്വന്തമായിട്ട് എനിക്ക് പറക്കാൻ കഴിയും, ഞാനിത് ചെയ്യും എന്നുള്ള കഴിവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസവും കോൺഫിഡന്റ് ഉള്ളിലുണ്ടായത് കൊണ്ടാണ് നമ്മളൊന്നും നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരും ചിന്തിക്കേണ്ട, പുതിയ വ്യക്തികൾ ഒരു ആളും ചിന്തിക്കേണ്ട ഇന്ന ആള് വന്നിട്ട് വേണം നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും വരുമാനം എത്താൻ. അങ്ങനെയല്ല. നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് 10 രൂപ കിട്ടുമ്പോൾ അതിലൊരു സന്തോഷം ഉണ്ടാവും. അത് 10, 100, 100, 1000, 10,000 ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ വരുമാനം നിങ്ങളെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്ട്രാ ഇൻകം കണ്ടെത്തണം. കോവിഡിന്റെ സമയത്ത് അല്ലെങ്കിൽ പ്രളയകാലത്തൊക്കെ ഞാൻ പഠിച്ചതാണ്. ഞാൻ ആ സമയത്തൊക്കെ അത് ചിന്തിച്ചു തുടങ്ങി ആത്മാർത്ഥമായിട്ട്. കാരണം ഉള്ള വരുമാനം നിന്ന് വീട്ടിലേക്ക് എന്താ പറയാ 19 ദിവസം എനിക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പഠിച്ചോ വിചാരിച്ചിട്ട് ഈ സമയം വരെ എനിക്ക് ഹെൽത്ത് ആയിട്ടൊരു ബുദ്ധിമുട്ടില്ല. എന്നാൽ 19 ദിവസം ഞാൻ പഞ്ചസാര ഇടാതെ ചായ കുടിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്നും. അതെന്തോ ഡയറ്റിന്റെ ഭാഗമായിട്ടോ മധുരം കുറയ്ക്കാനോ അല്ല, പഞ്ചസാര വാങ്ങാൻ പൈസ ഇല്ലാത്തതിന്റെ കാരണം കൊണ്ടാണ് അന്ന് 19 ദിവസം ഞാൻ അങ്ങനെ ചായ മധുരം ഇടാതെ കുടിച്ചത്. പിന്നീട് എനിക്ക് അതൊരു ശീലമായി പോയി. ചായപ്പൊടി വീട്ടിലുണ്ടായത് കൊണ്ടാ. കുടുംബക്കാർ വീട്ടിൽ വന്നിക്കുകയാണെങ്കിൽ വൈഫ് വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കൂല. എനിക്കറിയാം, ഒന്നില്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കുടുംബക്കാർ വന്ന് അല്ലെങ്കിൽ കടക്കാർ വന്ന്, ഈ 2 കൂട്ടരല്ലാതെ എന്റെ വീട്ടിലേക്ക് ആരും വരാനില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കുകയാണെങ്കിൽ എന്റെ വൈഫ് നിരന്തരമായിട്ട് വിളിച്ചാൽ എടുക്കൂല. എനിക്കറിയാം, അവള് കാര്യത്തിന് വിളിക്കുകയാണെങ്കിൽ 1-2 കോൾ ചെയ്ത് പിന്നീട് എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ തിരിച്ചു വിളിക്കും. അത്രയും എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഞാൻ അടുപ്പിച്ച് വിളിച്ചോണ്ടിരിക്കുക. 18, 19, 20 മിസ് കോളൊക്കെ വന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കാം. അപ്പോൾ ഓള് പറയും, ആ മതി ഇനി കഴിഞ്ഞെന്ന് പറയാം. എന്തേ ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിൽ എന്നെ ആള് വന്നിനും, മറ്റാള് വന്നിനും, അല്ലെ പമ്പിൽ ആള് വന്നിനും, ബാങ്കിൽ ആള് വന്നിനും, അങ്ങനെ പറയും. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വീട്ടിന്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്നും വത്തക്ക തിന്നിട്ട് എറിഞ്ഞ തോടിന്റെ മകൻ കാർ നിന്നിട്ട് ഇറങ്ങി വിശ്വസിച്ചു. ഒരുപാട് കൊല്ലം മുന്നത്തെ കേസല്ല, 2018 കേസാ. 18 എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ 7 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും.
അത്രയും പട്ടിണി ഞാൻ കടന്നിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ പട്ടിണി കടന്ന് വളർന്ന അങ്ങനത്തെ ആളൊന്നല്ല. ചെറുപ്പത്തിലെ എന്റെ ഫാദറൊക്കെ ഉള്ള ജോലിയോടെ നന്നായിട്ട് നോക്കിയ ആൾക്കും വലിയ മറ്റേ തറവാടോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരൊന്നുമല്ല. സാധാ മീൻകാരനാണ്. പക്ഷെ പട്ടിണി എന്താണെന്നൊന്നും വാപ്പ നമ്മളെ അറിയിച്ചില്ല. പക്ഷെ ഞാൻ എന്റെ മക്കളെ അറിയിച്ച്, എന്റെ വൈഫിനെ ഞാൻ അറിയിച്ച്. ആ ലെവലിലേക്ക് ബുദ്ധിമുട്ടായി. ഒരുപാട് കടബാധ്യതകള്. ആ 2018 ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഞാൻ. അത് 2022 എന്റെ വൈഫിന് കിട്ടിയിട്ടുള്ളത്. ഇന്നും ആ ആത്മഹത്യാ കുറിപ്പ് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്റെ ഡയറിയിൽ. ആ എഴുതിയ പേജ് കാര്യങ്ങൾ. എന്റെ വൈഫിന് 2022 എന്റെ വീട് ഞാൻ മാറുന്നതായിട്ട്, ഞാൻ ആദ്യത്തെ വാടക വീട് മാറി രണ്ടാമത്തെ വാടക വീട്ടിലേക്ക് മാറുന്ന സമയത്ത് ഡയറിയും കാര്യങ്ങളും എല്ലാം പാടെ എടുത്ത് വെക്കുമ്പോൾ അവളെല്ലാ ഡയറി നോക്കി എന്നോട് വെച്ച് കുറെ ഡയറി കിട്ടിയിട്ടുണ്ട്, ആവശ്യമുള്ളതാണ്, ഞാൻ ഡയറികളൊന്നും തൊട്ട് വരുന്നത് എല്ലാം ആവശ്യമുള്ളതാണ്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതാ. ചെക്ക് ചെയ്ത സമയത്താണ് ഈ ഡയറിയിൽ ഈ സംഗതികൾ കണ്ടതൊക്കെ. അങ്ങനെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരു 3-4 ദിവസത്തേക്കൊക്കെ ഭയങ്കര പ്രശ്നം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം മരിക്കാൻ പേടിയായതുകൊണ്ട് മാത്രമാണ് അന്ന് മരിക്കാഞ്ഞത്. മരണം എന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടാണെങ്കിൽ, അതായത് വിശ്വാസമുള്ള ആൾക്ക് സുഖമാണ്, നമുക്ക് വിശ്വാസം ഇല്ലായിട്ടില്ല, പക്ഷെ വേദന ഇല്ലാതെ മരിക്കുമെന്നുണ്ടെങ്കിൽ ചിലപ്പോ അന്ന് മരിച്ചു പോയേനെ. അത്രയും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിതം ഇഷ്ടം പോലെ. അപ്പൊ അതുകൊണ്ട് ഈ നെഗറ്റീവുകൾക്കൊന്നും ഇനി സ്ഥാനമില്ല മനസ്സിൽ. അതൊക്കെ ഞാൻ എന്നോ പറിച്ച് ഒഴിവാക്കി കളഞ്ഞു. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. 2 ദിവസം ഉറങ്ങാതെ വർക്ക് കഴിഞ്ഞ് വന്നതാ. നല്ല തലവേദനയായിരുന്നു ഇന്നലെ രാത്രി കിടക്കുമ്പോൾ. ഞാൻ മെഡിസിനും കാര്യങ്ങളൊന്നും കഴിച്ചില്ല. എനിക്കറിയാതെ ഉറങ്ങാൻ റെഡി ആവുന്നത്. എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ല. ഇന്ന് 1-2 വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് നാളെ ഫുള്ള് PUCയും കാര്യങ്ങളും ഓട്ടേന്. നാളെ രാത്രി 8:30 ട്രെയിന് കോയമ്പത്തൂർ പോവുക. കോയമ്പത്തൂർ പോയി എത്തിയിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ കടന്നുറങ്ങി, അല്ലെങ്കിൽ അവിടെ ക്ലോക്ക് റൂം എടുത്തിട്ട് അവിടുന്ന് പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ 7:15 ട്രെയിനിന് നേരെ തഞ്ചാവൂര് പോകണം. തഞ്ചാവൂരിലെ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അന്ന് രാത്രി അവിടുന്ന് കൊണ്ട് റിട്ടേൺ കഴിഞ്ഞിട്ട് ഞായറാഴ്ച അവിടെ എത്തണം. 1-2 പരിപാടിയും പേഴ്സണൽ പരിപാടി ഉണ്ട്. തിങ്കളാഴ്ച ചാവക്കാടേക്ക് എനിക്ക് പുതിയ കുറച്ച് ടീമൊക്കെ GTSന് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ തിങ്കളാഴ്ച മിക്കവാറും ചാവക്കാടേക്ക് വരണം. ചൊവ്വാഴ്ച ഇവിടെ കാലിക്കറ്റിലെ വർക്കും കാര്യങ്ങളും GTSും കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി വീണ്ടും ഗൂഡല്ലൂർ തമിഴ്നാട്ടിലേക്ക് കയറണം. ഇങ്ങനെ കടന്ന് ഓടൽ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇതിൽ എനിക്ക് ആരോടും പരാതിയില്ല, പരിഭവങ്ങളില്ല. അപ്ലൈ ലീഡർ എന്നെ വിളിച്ചില്ല, അവരെന്നെ നോക്കിയില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ഒരു ലീഡറിലും എന്റെ കൈ ഞാൻ കൊടുത്തിട്ടില്ല. എങ്ങനെ ബിസിനസ്സിലേക്ക് കൈ കൊടുത്തിട്ടുണ്ട്. എന്റെ മനസ്സും എന്റെ പവറും ഒക്കെ ഞാൻ തന്നെയാന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്ലൈ ലീഡറൊക്കെ ഒരു വഴി കാട്ടി തരുന്നവരെ നമുക്ക് ഉണ്ടാവുള്ളൂ. ലീഡർ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല ലീഡർ എന്താന്നുള്ളതൊന്നും. ലീഡർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താന്നുള്ളത് ഞാൻ എന്റെ സ്വഭാവം കൊണ്ട് എന്റെ ടീമിനെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അവരെന്നെ പോലെ ആവണമെന്നല്ല പറയുന്നത്. അവരുടെ ഗുണങ്ങൾ ഇതേപോലെയൊക്കെ അവരൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് അതിന്റെ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ലെവലാണ് ലീഡർ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോഴുള്ള കയ്യടിയല്ല ലീഡറെ കയ്യടി, സംസാരിച്ച് ഇറങ്ങി പോകുമ്പോഴുള്ള കയ്യടിയാണ് ലീഡർക്കുള്ള കയ്യടി. കയറി വരുമ്പോഴുള്ള കയ്യടി നമുക്കുള്ളതല്ല, അത് പറഞ്ഞടിപ്പിക്കുന്നതാണ്. കയറി വരുമ്പോ നമ്മളെ പ്രഗത്ഭനായ RTC ലീഡർ അലിസാർ വരുന്നു എന്ന് എല്ലാവരും കൈയടിക്കാൻ പറയുമ്പോൾ എല്ലാവരും കൈയടിക്കും. ഇറങ്ങി പോകുമ്പോൾ കൈയടിക്കുന്നത് ആരും പറഞ്ഞിട്ടല്ല, അതാണ് കൈയടി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായ നമ്മള് ഈ ബിസിനസ് നിങ്ങൾ ഉറപ്പിച്ചോളി. ഞാൻ ഇതുപോലൊരു ബിസിനസ് ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലൊരു ബിസിനസ് സുന്ദരമായിട്ട് ചെയ്യാനും വളരെ ഫാമിലി ആയിട്ട് ചിരിച്ച് സന്തോഷിച്ച് ചെയ്യാനും, യാത്രകളെല്ലാം ചെയ്യുമ്പോഴും സന്തോഷമാണ്. എല്ലാം ചെയ്യുമ്പോൾ സന്തോഷമാണ്. കാരണം മറ്റുള്ള ഏതെങ്കിലും മേഖലയിൽ പണിയെടുക്കുമ്പോൾ 4 ദിവസം ഇടയ്ക്ക് 2 ദിവസം ഇടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരുപാട് സംഗതി മിസ് ചെയ്ത് എന്റെ ജോലി അങ്ങനെ ഇങ്ങനെ മക്കള് ഇതൊന്നല്ല. ഇതിന് നിങ്ങളെ മനസ്സിൽ എന്ത് സ്ഥാനമാണോ ഈ ബിസിനസ്സിന് കൊടുത്തിട്ടുള്ളത്, ആ സ്ഥാനമാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത്. നമ്മൾ കൊടുത്തതാണ് നമ്മൾ തിരിച്ചു കിട്ടുക നമ്മൾ പറയില്ലേ. ഞാനിപ്പോ തിരിച്ചു പോകുമ്പോ ഒരാളെ പോയിട്ട് ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ എന്റെ കമ്പനിക്കാരൻ പോകുമ്പോ ഡാ എന്ന് വിളിച്ചാൽ അയാളും തിരിച്ചിട്ട് പോടാതെ പറയൂ അല്ലേ. നമ്മൾ സലാം ചെല്ലുക, തിരിച്ച് സലാം ചെല്ലും, നമസ്കാരം ചെല്ലും, ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയും, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞാൽ അത് പറയും. എന്നാൽ ലേശം ഗൗരവത്തോട് കൂടി അവൻ എന്തെങ്കിലും വിളിച്ചാൽ അവനും തിരിച്ചു പറയാതെ തന്നെയാണ്. നമ്മളെ ടീമിനോട് എങ്ങനെയാണോ പെരുമാറുന്നത്, ആ ടീം ലേശം വൈകിയാണെങ്കിലും ആ റിസൾട്ട് നമ്മൾ കൊണ്ടുതരും. നന്മ വിജയം കൊയ്യാൻ കുറച്ച് സമയം എടുക്കും, തിന്മ പെട്ടെന്ന് വിജയം കാണുന്ന. ഞാൻ എന്നെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. നന്മ വിജയം കാണാൻ കുറച്ച് സമയം എടുക്കും. എന്റെ ഒരു ഗുരു എന്ന് പറയുന്ന, അല്ല എന്റെ ആത്മാർത്ഥ സുഹൃത്തോ ബ്രദറോ എന്ന് പറയപ്പെടുന്ന ഒരാളാണ് ഇന്നത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുകാരുണ്ട്, കൊല്ലം ഷാഫി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒരേ സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. ആളെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷെഫീഖെ വിജയം കാണാൻ കുറച്ച് സമയം എടുക്കണം, കുറച്ച് ടൈം എടുക്കും. കാരണം 18, 19, 20 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, മൂപ്പര പാട്ട്. ആ പാട്ട് അന്ന് അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന സമയത്ത് കൊല്ലത്തുള്ള നാട്ടുകാരൊക്കെ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരോടും ജലാൽ മാഗ്നസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമ്മളെ ഫ്രണ്ടാണ്. അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് രണ്ടാക്കെന്താ പിരാന്താണ് ഈ പാട്ടും കാസറ്റും CD ഒക്കെ ആയിട്ട് നടക്കാൻ? നിങ്ങൾ ഒഴിവാക്കി വേറെ പണിക്ക് പോയിക്കോളി മക്കളെ. അന്നത്തെ ആളുകൾ എത്രയോ മൂപ്പരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ അന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, ബസ് കൊല്ലത്തുനിന്ന് കയറിയിട്ട് കോഴിക്കോട് KSRTC വന്ന് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ചായ കുടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചുടുവെള്ളം വാങ്ങിയിട്ട് അതിൽ ബന്നി മുക്കി തിന്ന ഒരു സമയമുണ്ട്. ഈ പാട്ടിനും വേണ്ടി അത്രയും പ്രണയിച്ച് നടന്ന ഒരാളാ. പക്ഷെ അന്നൊന്നും അതിനെപ്പറ്റി വലിയ റിസൾട്ടോ കാര്യങ്ങളോ വലിയ വരുമാനങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ അതേ പാട്ട് വീണ്ടും ഈ കഴിഞ്ഞ വർഷം അങ്ങോട്ട് ഹിറ്റായിട്ട് ഭയങ്കര ലെവലിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് എത്തി മൂപ്പനോട് പറയാണ്, 20 വർഷം ഞാൻ ഉണ്ടാക്കാത്ത സാധനം കഴിഞ്ഞ 3 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കി ഷഫീഖെ. നന്മ വിജയം കാണാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ എടുക്കുന്നതിൽ ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യുന്ന മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ബിസിനസ് നന്മയാണ്. കാരണം എന്താ, ഒരുപാട് ആളുകളെ കയ്യിലേക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖല നിങ്ങൾ മുഖാന്തരം എത്താൻ പോവാണ്. ഒരുപാട് ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവാണ്. ഒരു ചാരിറ്റിയാണ് ഇത്. 2 രീതിയിൽ നോക്കുകയാണെങ്കിലും ചാരിറ്റിയാണ്. വർഷങ്ങളോളം മുട്ടുവേദനയും ജോയിന്റ് പെയിനും ആയിട്ടുള്ള ഒരാൾക്ക് ഞാൻ കൊടുത്തിട്ട് അയാൾക്ക് നല്ല മാറ്റം വന്നു. വെച്ചാല് ഇന്ന് വരെ മെഡിക്കൽ റിപ്പോർട്ടിൽ അയാൾക്ക് ജന്മം ഉണ്ടെങ്കിൽ മാറൂല എന്ന് പറഞ്ഞ സാധനം അയാൾക്ക് മാറി. അങ്ങനെയുള്ള ഒരുപാട്, ഞാൻ ഈ തഞ്ചാവൂര് പോകുന്ന ഒരു കേസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് അയാൾക്ക് ഒരു ബുദ്ധിമുട്ട്, അയാളെ ഫാമിലിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ ബുദ്ധിമുട്ട് നമ്മളെ കുറച്ച് ഉൽപ്പന്നങ്ങൾ കഴിച്ചിട്ട് മാറിയുടെ അടിസ്ഥാനത്തിലായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് തഞ്ചാവൂരേക്ക്. അപ്പൊ നമ്മുടെ ബിസിനസ് വിജയിക്കുമെന്ന് വെച്ചാൽ നിങ്ങള് മനസ്സിലാക്കി, ഇത് വിജയിക്കും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കി. വരുന്ന 2-3 വർഷം നിങ്ങൾ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് പറയുന്നത് അത് ചെയ്തു പോയിട്ട് പിന്നെ നിങ്ങളെ ബുദ്ധിയിൽ ചിന്തിക്കുക ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം. അപ്ലൈൻ ലീഡറെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തി. പിന്നെ ഓരോ ആളുകൾ എന്റെ ആ ഭാഗം നോക്കിയില്ല, ഈ ഭാഗം നോക്കിയില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് സപ്പോർട്ട് കുറവാണ്, ആ ഭാഗം നോക്കിയില്ല, ഈ ഭാഗം നോക്കിയില്ല. ഷെഫീഖ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഓൾമോസ്റ്റ് 7000-ഓളം ആളുകൾ എന്റെ ലെഫ്റ്റും റൈറ്റും ID ഉണ്ട്. 7000-ഓളം IDകളുണ്ട്. ഒരാൾ എന്റെ ലെഫ്റ്റോ റൈറ്റോ ഒരാളും എന്റെ ഒരു ലീഡേഴ്സിനും അവകാശപ്പെടാനില്ല. ആ ആളെ ഞാൻ തന്നതല്ലേ, ഈ ആളെ ഞാൻ വെച്ചതല്ലേ? ഇല്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് തന്നിട്ടുമില്ല. എനിക്ക് വേണ്ടതാനും. എന്റെ 2 ചിറകുകൾ എന്റേതാ. എനിക്ക് 2 മക്കളുണ്ട് എന്ന് കൂട്ടുക. ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടീനെ പോയി ഞാൻ എടുത്ത് നടക്കും. പെൺകുട്ടിൻ്റെതും ആൺകുട്ടീൻ്റെ പെണ്ണുങ്ങളെന്തുവാ അല്ല, 2ഉം എന്റെ കുട്ടികളാ. ഈ ലെവലിൽ നമ്മൾ എടുത്ത് നടക്കണം. അതുകൊണ്ട് നമ്മുടെ ലെഫ്റ്റും റൈറ്റും 2 ബ്രാഞ്ച്, ആ 2 ബ്രാഞ്ച് നോക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കാണ്. അതിൽ ആർക്കെങ്കിലും അപ്ലൈ ലീഡേഴ്സൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും തന്നിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യവും അയാളുടെ വലിയ മനസ്സും. അങ്ങനെ ചിന്തിച്ചാലേ മതി. ഓവർ അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യരുത്. നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കുക, ചെയ്യുക, ശക്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്കുള്ള വരുമാനം നമുക്ക് കിട്ടില്ലേ. ഇപ്പൊ അൽഹംദുലില്ലാ ഈ മര്യാദ തിരുവനന്തപുരം പോയപ്പോ ഒരാൾ പറഞ്ഞപ്പോ ഞാൻ കാണിച്ചു കൊടുത്തു. നമ്മുടെ TDF, ടീം ഡെവലപ്മെന്റ് ഫണ്ട്, ഏകദേശം 2,15,000 രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് TDF ഇനത്തിൽ മാത്രം എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷം മാത്രം 11,62,000 രൂപയാണ് എന്റെ മൈ ലൈഫ് സ്റ്റൈലുള്ള വരുമാനം. 11,62,000 രൂപ. കഴിഞ്ഞ വർഷത്തെ വരുമാനം 7,80,000 സംതിങ് ആണ്. അത് നേരെ മാറി 11,62,000. ഞാൻ എന്റെ ടീമിനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 7,80 വാങ്ങിയ സമയത്ത് ഞാൻ എന്തായാലും അടുത്ത ഒരു കൊല്ലം മൈ ലൈഫിൽ നിന്നും ടോട്ടൽ വരുമാനം 10 ലക്ഷം വാങ്ങുന്നു. പക്ഷെ അത് 11 ലക്ഷത്തി സംതിങ് ആയി. എന്നാൽ ഇത് ഇരട്ടിച്ചോണ്ട് വന്ന സാധന 1,80,000, 1,86,000, 3,68,000, 5,82,000, 7,28,000, 11,62,000. 6ാമത്തെ വർഷമാകുമ്പോ 11 ലക്ഷത്തിലേക്ക് എത്തി. ഈ വർഷം നിങ്ങൾ വരുമാനം എവിടെയെങ്കിലും താന്നിക്കണോ? 1,80, 1,86. കോവിഡിന്റെ സമയത്ത് 2ാമത്തെ പോലെ 1,86, അത് 3 സംതിങ്, പിന്നെ 5 സംതിങ്, 7 സംതിങ്, 11 സംതിങ്. അടുത്തൊരു കൊല്ലാകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് ഒരു 17 18 ലക്ഷം വാങ്ങിക്കൂടെ? അപ്പൊ നിങ്ങള് പിടിച്ചു നിൽക്കി, പ്രവർത്തിക്കി. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങളിലേക്ക് നോക്കി സങ്കടപ്പെടേണ്ട. നിങ്ങളിലേക്കാൾ താഴെയുള്ള ആളിലേക്ക് നോക്കൂ. നിങ്ങൾ മുകളിലേക്ക് നോക്കി CTCനെ ITCനെ നോക്കുമ്പോഴല്ലേ നമുക്ക് പ്രശ്നം. അവർക്കിത് പറ്റും, ഇവർക്കിത് പറ്റും, നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മളെപ്പോലത്തെ, നമ്മളെക്കാൾ കഴിവില്ലാത്ത എത്രയോ ആളുകള് വിജയിച്ച് തെളിയിച്ച പാതകളല്ലേ. അപ്പൊ അത് നോക്കിയാ പോരെ. മനുഷ്യനായിട്ട് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അല്ലാതെ ഇതെന്തോ വലിയ ബിസിനസ്സാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്ത വരുമ്പോഴാണ് ഓരോ ആളുകൾക്കും ടെൻഷൻ ആവണത്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ബിസിനസിന്റെ കാര്യത്തിലും വരുമാനത്തിന്റെ കാര്യത്തിലും എല്ലാം പറഞ്ഞത്, ചെയ്യേണ്ട കാര്യത്തിൽ ഈ ബിസിനസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ഓർഗനൈസേഷൻ ലെഫ്റ്റും റൈറ്റുള്ള 2 ഷോപ്പിൽ കച്ചവടം ഉണ്ടാക്കാനുള്ള പണി നമ്മൾ എടുത്താൽ മതി.
എന്റെ ചുറ്റുവട്ടത്തുള്ള 10 വീട്ടിൽ എന്റെ സോപ്പോ ഷാമ്പോ എയർ ഓയിലോ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ലാഭം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വലിയ ടീം ആകുമ്പോൾ അവരൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടും എന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടായാൽ മതി. അല്ലാതെ നമ്മൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, പല ആളുകൾക്ക് പല കഴിവായിരിക്കും. ഇപ്പൊ അയ്യൂബ് സാറിന്റെ കഴിവ് ചിലപ്പം ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിരിക്കും കഴിവ്. അബൂബക്കർ സാറിന്റെ കഴിവ് ചിലപ്പോൾ നന്നായിട്ട് റീറ്റെയിൽ ചെയ്യാനായിരിക്കും കഴിവ്. സെമിയ മാഡത്തിന്റെ കഴിവ് ചിലപ്പോൾ ഒരുപാട് ആളുകളെ മീറ്റിങ്ങുകളിലേക്ക് എത്തിക്കാനായിരിക്കും കഴിവ്. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യും. നന്നായിട്ട് റീറ്റെയിൽ ചെയ്യുന്ന ആളെ പിടിച്ചിട്ട് നല്ല ടീം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമില്ല. റീറ്റെയിൽ അടക്കം നിന്നു പോകും. അപ്പൊ ഇത് നിങ്ങൾ ടീമിൽ ഓരോ ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക. ഓരോ ആളുകൾക്ക് എന്താണോ കഴിവുള്ളത് ആ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സെയിൽസ് കയറും. നന്നായിട്ട് റീറ്റെയിൽ ചെയ്യുന്ന ആളെ മാക്സിമം റീറ്റെയിൽ ചെയ്യിപ്പിക്കുക, അയാൾ റീറ്റെയിലിൽ പ്രോത്സാഹിപ്പിക്കുക, മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും ധാരാളം പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുത്ത് മനസ്സിലാകുമ്പോൾ അയാൾക്ക് മനസ്സിലാവും എന്താണ് ഇത് സംഗതി എന്നുള്ളത്. മെല്ലെ മെല്ലെ അയാൾ ഒരു ടീമും ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങും. നന്നായിട്ട് ടീം ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളോട് പിടിച്ചിട്ട് നന്നായിട്ട് റീറ്റെയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പറക്കുന്ന കിളീനെ പിടിച്ചിട്ട് പറക്കാതിരിക്കുന്ന ലെവലിലേക്ക് നമ്മൾ മാറ്റലാണ്. അപ്പൊ അതും ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് ഓരോ ആളുകളുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിജയം ഉറപ്പാണ്. അത് നിങ്ങളിത് ക്ഷമിക്കുക എന്നുള്ള മാത്രം. പിന്നെ പഠിച്ചോൻ എന്ന് പറഞ്ഞത് ഒറ്റയടിക്ക് അങ്ങോട്ട് വിജയിപ്പിക്കൊന്നുമില്ല. നിങ്ങൾ ഇന്ന് വന്ന് നാളെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ആളിട്ടെന്ന് നിങ്ങൾ പറയുന്നത് മുഴുവൻ കച്ചവടം നടന്ന് ഇതൊന്നും ചെയ്യില്ല. കുറച്ച് കുത്തിയിട്ടും മാന്തിയിട്ടും നുള്ളിയിട്ടും ഒക്കെ നോക്കൂ. എന്നിട്ടും നമ്മളിവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊക്കെ ആരോ എവിടെയോ ഉണ്ട്. നമ്മളെ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളുകളൊന്നും ഇന്നും ഐഡിയ അടിച്ച് നമ്മളെ കൂടെ വന്നിട്ടില്ല. നമ്മൾ വന്ന ആളുകളെ തന്നെ നോക്കി എന്തിനാ സങ്കടപ്പെടുന്നത്? 7000 ആളുകളും ബിസിനസ് ചെയ്യില്ല എന്ന് നോക്കിയിട്ട് ഷെഫീഖ് ഒരു മിനിറ്റ് പോലും സങ്കടപ്പെടാറില്ല. എന്റെ വരുമാനം ഇൻകം കുറവുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം എന്നിലേക്ക് തന്നെ അർപ്പിച്ചിട്ട് ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പോഴും എനിക്ക് വേണ്ട ആളുകൾ എത്തിയിട്ടില്ല. ഞാൻ ഇനിയും പണിയെടുക്കേണ്ടതുണ്ട്, ഇനിയും റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടതുണ്ട്, ഇനിയും ഒരുപാട് ആളുകളെ കാണേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും 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 ആളുകളെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നത്, ഒരുപാട് ആളുകളെ കാണാൻ വേണ്ടി പോകുന്നതും ഒക്കെ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ ഇനിയും വന്നിട്ടില്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനിയും ഒന്നും ഇറങ്ങി ഓടാൻ വേണ്ടി ഒരു കാരണമാവും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുക. നിരന്തരം ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, നിരന്തരം ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. ഞാനേ പ്രണയിക്കുന്നുള്ള അവൾ അറിയുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി എന്നെ ഒന്ന് ചിരിക്കാൻ. സീരിയസ്ലി എന്നെ തിരിഞ്ഞിട്ടൊന്ന് ചിരിക്കാൻ ഒരു 1.5 വർഷം എടുത്തിട്ടുണ്ട്. ചിരിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ വിട്ടു. ഞാനും ചിരിച്ച് അങ്ങനെ സംസാരിച്ച് മെല്ലെ പറഞ്ഞ് കത്തെഴുതി കൊടുത്ത് കത്തോള് വായിച്ചിട്ട് വേറൊരു കത്തിന് മറുപടി തന്ന് പിന്നെ എന്റെ നമ്പർ വാങ്ങി. അവിടെ 1.5 വർഷം കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും 2 മാസം കഴിഞ്ഞപ്പോ അന്ന് ഞാൻ കോഴിക്കോട് മെഫീഷ്യൽ ബസ് സ്റ്റാൻഡ്, അതായത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന്റെ തൊട്ട ബാക്കിൽ കാഞ്ചാസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന് താഴത്ത് സെഞ്ചുറി കോംപ്ലക്സ് ഒരു ഷോപ്പിൽ പണിയെടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് എനിക്ക് ഒരു കോള് വരികയാണ്. ഒരു കോള് വന്നപ്പോ ഞാൻ എടുത്തു. ഒരു ലാൻഡ് ഫോൺ ആണ് വരുന്നത്. കോൾ എടുത്ത് ഞാൻ ഹലോ ആരാന്ന് ചോദിച്ചപ്പോ ഒരു കുറച്ച് സെക്കൻഡിലേക്ക് ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ കോള് കട്ടായിട്ടില്ല. ഞാൻ വീണ്ടും ചോദിച്ചാൽ ഹലോ ആരാന്ന്. അപ്പൊ ഞാനാണ് ക്രിസ്റ്റീനയാണെന്ന്. അപ്പൊ ഞാൻ അന്നുണ്ടായ ഒരു പെരുന്നാൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം ഒരാളെ ഒരു 1.5 കൊല്ലം നടന്നിട്ട് ആദ്യമായിട്ട് ഒരു കോള് വരികയാണ് ഫോണിലേക്ക്. അങ്ങനെ കോൾ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷവും ഹാപ്പിയും ഒക്കെ ആയി. ഒരാള് 5-6 മാസം ഒരാളെ കൂടെ നടന്നിട്ടേ ഒരാളും കൂടെ ജോയിൻ ചെയ്ത് 10,000 രൂപ സാധനം എടുത്തു നോക്കണം. അന്നേരം എനിക്ക് ഇതിന്റെ സന്തോഷം അറിയുള്ളൂ. ഇന്ന് പറയുമ്പോൾ ഷെഫീഖിന്റെ പെണ്ണുകൾ വിളിച്ചപ്പോ അതിനകത്ത് സന്തോഷപ്പെടാണ്ടോ എന്ന് ചോദിച്ചാൽ മതി. എല്ലാം എന്നുള്ളത് ഈ ബിസിനസ്സിൽ ഇങ്ങനെ തെളിയിക്കും. അങ്ങനെ ആളങ്ങോട്ട് വിളിച്ച് എന്നെ ചിരിച്ച് സംസാരിച്ച് എന്നോട് പറഞ്ഞ് ഞാനൊരു മൊബൈൽ നമ്പർ പറഞ്ഞു തരാം, ഇത് എന്റെ നമ്പറാണ്, വീട്ടിലെ നമ്പറാണ്, എന്റെ നമ്പറല്ല, ഒരു കാരണവശാലും ഇതിലേക്ക് വിളിക്കരുത്, ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ മാത്രം എടുത്ത് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് നമ്പർ തന്നോക്കെ. നമ്പർ കിട്ടില്ല. പക്ഷെ ആ വിളിച്ച സന്തോഷത്തിൽ സത്യം എന്റെ മക്കളാണെന്ന് സത്യം. ആ വിളി കഴിഞ്ഞ സമയത്ത് എന്റെ കൂടെയുള്ള ആളുകൾ അന്ന് ഞാൻ ചായ വാങ്ങി കൊടുത്തു. ഓർക്ക് പോലും അറിയില്ല എന്തിനാ ചായ വാങ്ങി കൊടുത്തത്. വരികയാണ് ചായ വാങ്ങി തരാണ്ട് ചായ വാങ്ങി കൊടുത്ത ആളെ എന്റെ കൂടെ പണിയെടുക്കുന്ന ആളുകൾക്ക്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് കോള് വന്ന് അങ്ങനെ സംസാരിച്ച് ഏകദേശം ഒരു 3.5-4 വർഷത്തോളം ഞാൻ ഗൾഫിൽ പോയി വന്ന് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ആളെ ഞാൻ കല്യാണം കഴിച്ച ആളാണ് എന്റെ കൂടെ ഉള്ളത്. ആ ആളാണ് നിന്റെ കൂടെ ഉള്ളത്. 1.5 വർഷം തിരിഞ്ഞു നോക്കാത്ത ഒരാളെ പ്രണയിച്ച് കല്യാണം കഴിച്ച് ഇന്നിന്റെ വീട്ടിലുണ്ട്. ഇന്നിന്റെ 3 കുട്ടികളെ അമ്മയാണ് ഉള്ളത്. 3 കുട്ടികളെ അമ്മയാണ്.
ഇതേപോലെ ഇന്ന് നിങ്ങൾ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ, ഫോൺ എടുക്കാതെ, മീറ്റിങ്ങിന് വരാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ അമ്മമാരും ഉപ്പമാരും ആയിട്ട് വരാനുള്ള ആളുകളെയാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഫോളോ അപ്പ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. ഞാൻ പറഞ്ഞു ആത്മാർത്ഥം എന്താന്നുള്ളത്. ഞാൻ അവളെ പ്രണയിച്ചത് വെറുതെ പ്രണയിച്ചതല്ല, ആത്മാർത്ഥമായിട്ട് അവൾ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് എന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും ആശകളും കണ്ടിട്ടാണ് അവളെ കൂടെ നടന്നിട്ടുള്ളത്. അല്ലാതെ വെറുതെ ഒരു പൈങ്കിളി പ്രണയം പോലെ പ്രണയിച്ച് ചിരിച്ചുല്ലസിച്ച് അങ്ങോട്ട് വിട്ടുകളയാന്ന് വിചാരിച്ചിട്ടല്ല ആളെ നോക്കിയത്. അങ്ങനെ വിട്ടുകളയാം, ഇവൻ വന്നിട്ടില്ലെങ്കിൽ വേണ്ട, ഇവള് വന്നിട്ടില്ലെങ്കിൽ വേണ്ട എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും ഫോളോ അപ്പ് ചെയ്യരുത്. അങ്ങനെയാണ് നിങ്ങൾ വിട്ടാളി, ഇപ്പോഴേ വിട്ടാളി. ഇങ്ങക്ക് ആത്മാർത്ഥമാണ്, നിങ്ങൾ വിജയിക്കണം, നിങ്ങളെ കൂടെ ഇന്ന ആൾ ഉണ്ടാവണം എന്നുള്ള സാധനം നിങ്ങളുടെ ഉള്ളിൽ ആ പോസിറ്റീവ് നിറഞ്ഞിട്ടാണ് നിങ്ങൾ ആളോട് സംസാരിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ പോസിറ്റീവ് സ്പാർക്ക് ചെയ്യുമാക്ക്. ആ സ്പാർക്ക് അവർ തിരിച്ചു വരും. ആ രീതിയിൽ നിങ്ങൾ ആ ആളുകളെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് അവർ നിങ്ങളെ കൂടെ ഉണ്ടാവും. അങ്ങനെ കൂടെ ഉണ്ടായിട്ട് നിങ്ങളെ ബിസിനസ് ഒക്കെ വലിയ ലെവലിലേക്ക് എത്തും, 100% ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസിലേക്ക് ഒരുപാടൊന്നും കിടക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കി കൊടുത്തതായിട്ട് ഒന്നും കിടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരു 6-7 ലക്ഷം ബീവിമാടെ കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്തും. അങ്ങനെ ആ റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ ആളുകളുടെയും പ്രാർത്ഥന എനിക്ക് വേണം. ഒരു കാരണവശാലത്ത് വെറുതെ അല്ല ഞാൻ പറയും. പല ആളുകളും നമ്മൾ പറയണേ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അച്ഛന് പോയാണെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, അല്ലെങ്കിൽ ശബരിമല പോയാൽ പറയും എന്റെ പേരൊന്നും അവിടെ പറയണേ എന്ന് വെറുതെ വെറുമ്പാക്ക് പറയല്ല നിങ്ങളോട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന എനിക്ക് ഉണ്ടാവണം. എന്റെ എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ എല്ലാ ആളുകളും എന്നുമുണ്ട്. അത് ഇന്ന് മുതൽ ഉണ്ടാവുന്നല്ല. എനിക്ക് വേണ്ടി എനിക്ക് പ്രിയപ്പെട്ട എല്ലാ ആളുകളും രക്ഷപ്പെടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ കൂടുതലുള്ള ആളുകളാണ് ഈ കാണുന്ന എല്ലാ ആളുകളും. അല്ലാതെ സ്പെഷ്യൽ ചെയ്തിട്ട് ഇന്ന ആളെ പേര് എന്നുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട എല്ലാ ആളുകളും ഈ ബിസിനസ് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്ന എല്ലാ ആളുകളും രക്ഷപ്പെടണം. നിങ്ങളെയൊക്കെ മുന്നിൽ തളർത്തിയ കുറ്റം പറഞ്ഞ ആളുകളുടെ മുന്നിലൊക്കെ നിങ്ങൾ വിജയിക്കണേ എന്നുള്ള പ്രാർത്ഥന എന്നും എൻ്റെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ നിങ്ങളോടൊക്കെ ഇതിന് മുന്നേ ഇപ്പോഴോ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ബ്രദർ ചെയ്ത പോലെ അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ഒരാൾ ചെയ്ത തെറ്റ് പോലെ കണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാ ആളുകളും ഈ ബിസിനസ്സിൽ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.